പുട്ടുണ്ട്, കറിയൊന്നുമില്ല, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. വലിക്കാനൊന്നുമില്ല തമ്പി അളിയാ. ജട്ടിയിൽ എലാസ്റ്റിക് എടുത്ത് വലി. എൻ്റെ കമീത അങ്ങനെ വടിയായെന്നാ കേട്ടത്. പണിയായ അളിയാ. 4 ആൾക്കാർ കൂടുമ്പോഴേ നിനക്കത്തിരി വിരിച്ചിൽ കൂടുതലാ പണ്ടേ. ആ മണി ഞാൻ വരുന്ന വഴിക്ക് ഒരു ലാമ്പിയ നോട്ടം. അവനെന്താ സംശയമുള്ളത് പോലെ. എന്തായാലും നമുക്കിവിടുന്ന് മാറിയേ പറ്റൂ. ആ, രാത്രി ആവട്ടെ. നമുക്ക് ബാബിയോടൊന്ന് ബെസ്റ്റ്. എന്നാ അവരായിരിക്കും ആദ്യം പിടിച്ച് നിന്നെ പോലീസ് കൊടുക്കുന്നത്. എൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. എൻ്റെ പൊന്നളിയ, അവരിങ്ങനത്തെ കേസൊന്നും എടുക്കൂല. അവരെ റേഞ്ച് വേറെയാ. ഡെർബേ ഗുജെ. മേഡം, ക്ലോസിംഗ് ടൈമായി. പെട്ടെന്ന് തീർത്തിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. എന്തോ? അല്ല, പെട്ടെന്ന് തീർത്തിരുന്നെങ്കിലേ. എങ്ങനെ? എന്നെ ഇവിടെ ഇറക്കിട്ട്? അല്ല, അതല്ല സാർ. നീ ക്ലോസ് ചെയ്യോടാ. നീ ആരാടാ എന്നോട് സംസാരിക്കാൻ? തീർത്തുകളയും നിന്നെ ഞാൻ. പേടിച്ചു പോയോടാ നീ? അയ്യോ, പേടിച്ചു പോയോ? പേടിക്കേണ്ട ഐറ്റമാടാ ഞാൻ. ഖാലിദ് ഭായ്, ഖാലിദ്. മനസ്സിലായോടാ? ഖാലിദ് ഭായ്, ഇന്നിനി കണ്ടീഷനിൽ മംഗലാപുരം വരെ. മംഗലാപുരം വരെ? എടി, ഞാൻ വന്ന വണ്ടിയെ തന്നെ തിരിച്ചു പോവും. അത് എന്റെ തീരുമാനമാ. നിനക്കെന്നെ അറിഞ്ഞൂടാ. ആ ഭായ്, നമുക്ക് കച്ചവടം സംസാരിക്കാം. ആ, കച്ചവടം സംസാരിക്കാൻ തന്നെയാ വന്നത്. നീ എന്തിനാടി എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നിനക്കെന്നെ ആവശ്യമുള്ളത് കൊണ്ട്. എന്റെ പിള്ളേരറിയാതെ നിന്റെ ഒരൊറ്റ ലോറി തമിഴ്നാട് ബോർഡർ കിടക്കില്ല. എന്റെ ഹോൾഡ് നിനക്ക് അറിഞ്ഞൂടാ. അപ്പം ഞങ്ങൾ എന്താ വേണ്ടേ? 60%. അത് തന്നേ ഒക്കുള്ളൂ. ഇനി അത് തന്നില്ലെങ്കില് നിന്റെ കച്ചവടം ഞാൻ പൂട്ടും. ആ, പിള്ളേരെ കേട്ടോ? പണ്ട് ഇതുപോലെ രാവരാതിച്ചി മോൾ എൻ്റെ അടുത്ത് വന്നതാ. നീ എന്താടി നോക്കുന്നേ? ആരാടി നീ? കണ്ണുരുട്ടി കാണിക്കുന്നോടി പട്ടിച്ചി നീ. തീർത്തുകളയുന്നതിന് ഞാൻ നിന്നെ എവിടെട്ട് തീർക്കുന്ന കാണോടി. വന്ന വണ്ടിയിൽ തന്നെ പോണോന്നേ പുള്ളിയുടെ തീരുമാനമായിരുന്നു.